ലോർഡ്. ഫ്ലൈയിങ് മിനിസ്ട്രി ഫാമിലി ഓൺലൈനിലൂടെ ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും മാന്യശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. നിങ്ങളുമായി അല്പസമയം ദൈവജനം പങ്കിടുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് ഇങ്ങനെ ഒരു അവസരം കൂടെ നൽകി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പകലിൽ നിങ്ങളോട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന ദൈവവചന ഭാഗം 118 സങ്കീർത്തനം അതിൻ്റെ 17 വാക്യമാണ്. ഈ 118 സങ്കീർത്തനം വേദപുസ്തകത്തിലെ തന്നെ മധ്യഭാഗത്തുള്ള പുസ്തകവും കൂടെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മരണം നിശ്ചയമാണ് എന്ന് വിശുദ്ധ ബൈബിളിൽ നാം കാണുന്നുണ്ട്. എന്നാൽ ഭക്തൻ ഇവിടെ പറയുന്നത് താൻ മരിക്കുകയില്ല, ഇപ്പോൾ താൻ മരിക്കുകയില്ല, താൻ കടന്നുപോയ ചില പ്രത്യേക സാഹചര്യങ്ങളെക്കുറിച്ച് ഈ 118 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 118 സങ്കീർത്തനം 5 വാക്യത്തിൽ നാം കാണുന്നു, താൻ ഞെരുക്കത്തിൽ ആയിരുന്നു എന്ന് വായിക്കുന്നു. 9 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ പകയ്ക്കുന്നവർ ഉണ്ടായിരുന്നു എന്ന് തിരുവചനത്തിൽ കാണുന്നുണ്ട്. 10 വാക്യത്തിൽ തേനീച്ച പോലെ തന്നെ ചുറ്റി വളഞ്ഞു, സകല ജാതികളും ചുറ്റി വളഞ്ഞു എന്ന് നാം വായിക്കുന്നു. 13 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ വീഴുവാൻ തക്കവണ്ണം താൻ തള്ളി എന്ന് വായിക്കുന്നുണ്ട്. 18 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹോവ തന്നെ കഠിനമായി ശിക്ഷിച്ചു, എങ്കിലും മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല എന്ന് താൻ പറയുന്നു. ഈ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയതായ ഭക്തൻ വചനത്തിൽ നാം വായിക്കുന്ന പോലെ അവൻ ഞെരുക്കത്തിലായിരുന്നപ്പോൾ യഹോവയെ വിളിച്ച് അപേക്ഷിച്ചു. ദൈവം തനിക്ക് ഉത്തരമരുളുവാൻ ഇടയായി തീർന്നു. അത് മാത്രമല്ല, ദൈവത്തിൻ്റെ വലങ്കരം ഉയർന്നിരിക്കുന്നു, കർത്താവിൻ്റെ കരം വീര്യം പ്രവർത്തിക്കുന്നു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് 16 വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരത്തിൽ ഉണ്ട്. ഇന്ന് ഈ സന്ധ്യാവേളയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങൾ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടതായിട്ടുള്ള പല വിഷയങ്ങൾ നിങ്ങൾക്ക് നേരെ കടന്നു വന്നതാണ്. നിരവധി പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയവരാണ്. എന്നാൽ നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. കർത്താവിൻ്റെ തേജസ്സുള്ള കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നതുകൊണ്ടാണ് നിങ്ങൾ അവനായിരിക്കുന്നത്. നിങ്ങളുടെ ഭവനം ഒരു വിലാപത്തിൻ്റെ ഭവനമായി തീരേണ്ട സ്ഥാനത്ത് അത് ഇന്ന് ജയത്തിൻ്റെ ഭവനമായി മാറുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകലിൽ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് ഈ പ്രാർത്ഥന മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുവെങ്കിൽ, ഈ വചന ശുശ്രൂഷ നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിപ്പാൻ ഇടയായി തീരും. നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ ഫ്ലൈയിങ് മിനിസ്ട്രി ഫാമിലിയുമായി ബന്ധപ്പെടുവാനിടയായാൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവദാസന്മാരും സഹോദരന്മാരും ഉണ്ട്. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.